ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുപിയിൽ ബിജെപിക്കേറ്റ പരാജയം കാരണം അധികം മുഖം കാണിക്കാറില്ല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. എന്നാൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനുള്ള ഒരവസരവും നേതാവ് പാഴാക്കാറുമില്ല. ഇപ്പോഴിതാ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ച് നാച്ച് ഗാന, അതായത് പാട്ടും നൃത്തവും പരാമർശം നടത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് എത്തിയിരിക്കുകയാണ് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നിങ്ങളുടെ കുടുംബം ജീവിതകാലം മുഴുവൻ ഇതാണ് ചെയ്യുന്നത് എന്നായിരുന്നു യോഗിയുടെ പരിഹാസേനയുള്ള വിമർശനം. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹിസാർ, പഞ്ച്കുള ജില്ലകളിൽ നടന്ന റാലികളിൽ സംസാരിക്കുകയായിരുന്നു യോഗി. രാമക്ഷേത്രത്തിനായുള്ള 500 വർഷത്തെ കാത്തിരിപ്പിന് ഈ വർഷം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാമലല്ലയുടെ പ്രതിഷ്ഠ നടന്നതോടെ അവസാനിച്ചതായി ആദിത്യനാഥ് പറഞ്ഞു. അയോധ്യയിൽ മഹത്തായ ക്ഷേത്രം നിർമ്മിക്കുന്നത് കാണാൻ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ത്യാഗം സഹിച്ചുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. 500 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രാജ്യവും ലോകവും മുഴുവൻ സന്തോഷത്തിലാണ്. എന്നാൽ ഈ നിർഭാഗ്യവരായ കോൺഗ്രസുകാർ ഇതിനെ വെറുക്കുന്നു. ഇതാണ് രാമന്റെ സംസ്കാരവും റോമിന്റെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസമെന്നും ആദിത്യനാഥ് പരിഹസിച്ചു. അയോധ്യയിൽ പട്ടാഭിഷേക ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ നൃത്തഗാനങ്ങൾ നടക്കുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ കുടുംബം അവരുടെ ജീവിതകാലം മുഴുവൻ നാച്ച് ഗാന മാത്രമാണ് ചെയ്യുന്നതെന്ന് യോഗി രാഹുലിനെതിരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീരാമൻ ഉണ്ടായിരുന്നില്ലെന്ന് കോൺഗ്രസ് പറയുന്നു. അവർ ശ്രീരാമനിലും ശ്രീകൃഷ്ണനിലും വിശ്വസിക്കുന്നില്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും വേണ്ടി ഭൂമി നൽകേണ്ടതില്ലെന്നും വഖഫ് ബോർഡിനു വേണ്ടി മാത്രമാണ് ഭൂമി നൽകേണ്ടതെന്നും അവർ പറയുന്നു. കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായങ്ങൾ ഗാന്ധി കുടുംബത്തിന്റെ യഥാർത്ഥ സ്വഭാവവും ഹിന്ദുമതത്തോടുള്ള അവഹേളനവുമാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹരിയാനയിലെ ബർവാലയിൽ ഒരു തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനെ നാച്ച് ഗാന എന്ന് പറഞ്ഞ് അവഹേളിച്ചത്. അതേസമയം നവമി പ്രമാണിച്ച് പല പദ്ധതികളാണ് യോഗിയുടെ തലയിൽ ഉദിക്കുന്നത്. രാമനഗരിയായ അയോധ്യയിൽ ശാരദീയ നവരാത്രി പ്രമാണിച്ച് മാംസ വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ് യോഗി സർക്കാർ. സിറ്റി ഫുഡ് കമ്മീഷണർ മണിക് ചന്ദാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. അയോധ്യയിലെ എല്ലാ മാംസ വിൽപ്പനശാലകളും ഈ മാസം 3 മുതൽ 11 വരെ അടച്ചിടണമെന്നാണ് ഉത്തരവ്. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി തന്നെ എടുക്കും. മാംസവും മദ്യവും വിൽക്കുന്നതും വാങ്ങുന്നതും നിരോധിക്കണമെന്ന് രാമനഗരിയിലെ സന്യാസിമാരും പുരോഹിതന്മാരും മുൻപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയക്കുകയും ചെയ്തിരുന്നു. അയോധ്യയിൽ മാത്രമല്ല പഞ്ചകോശിയിലും മാംസ വിൽപ്പനശാലകൾ നിരോധിക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. മതപരമായ നഗരങ്ങളിലെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാർ ഉടൻ നിരോധിക്കണമെന്ന് സന്യാസിമാർ യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നവരാത്രി പ്രമാണിച്ച് യോഗി അല്പം തിരക്കിലാകും. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മറുപടി യോഗിക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം.